എല്ലാവർക്കും നമസ്കാരം. നോയമ്പ് കാലത്ത് ഞാൻ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് ചിലർ ചോദിച്ചത് കൊണ്ടാണ് ഈ വീഡിയോ. വളരെ പ്രയാസമാണ്. കാരണം എല്ലാ ആനിമൽ സോഴ്സസ് അബാൻഡൻ ചെയ്താൽ നമുക്ക് ഒരു ലോ കാർബ് ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്ത പോലെ 100 ഗ്രാം കാർബോഹൈഡ്രേറ്റ് പെർ ഡേ അല്ലെ 120 ഗ്രാം, അതായത് കീറ്റോ അല്ല, കീറ്റോയേക്കാളും ലോ ആയിട്ട് കുറച്ചുകൂടെയൊക്കെ ലീനിയൻ്റ് ആയിട്ടുള്ള ഒരു ലോ കാർബാണല്ലോ ഞാൻ ഫോളോ ചെയ്യുന്നത്. അത് ചെയ്യാൻ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. ഞാൻ ശ്രമിച്ചു നോക്കി. ഞാൻ ഈ അടദോശ, പെസരട്ടെന്ന് പറയുന്ന ചെറുപയർ മാത്രം ഒക്കെ ചേർത്തൊക്കെ ഉണ്ടാക്കി നോക്കി. അതെല്ലാം എൻ്റെ രാവിലെയുള്ള ഈ മുട്ട തോരനും എന്തെങ്കിലും വളരെ ചെറിയ ഒരു കാബുള്ള സാധനവും കഴിക്കുന്നതിനേക്കാളും വളരെയധികം ഷുഗർ കൂടും എന്ന് ആണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് ഞാനൊരു വെജിറ്റേറിയൻ ഡയറ്റ് ട്രൈ ചെയ്താലോ എന്ന് ഓർത്തു. ഈ വീഗനേക്കാളും ഓവോ ലാക്ടോ വെജിറ്റേറിയൻസ് എന്ന് പറയുന്നവരുടെ മുട്ടയും പാൽ ഉൽപ്പന്നങ്ങളുമുള്ള ചീസ്, പിന്നെ പനീർ, അങ്ങനെയുള്ള പാലിൽ നിന്നുള്ള തൈര്, ഹങ്കേർഡ് വേവ് മാറ്റിയ തൈര്, ഫുൾ ഫാറ്റ് മിൽക്ക്, ക്രീം, ബട്ടർ, ഗീ, മുട്ട, ഇതാണ് ഇതിനകത്ത് വരുന്നത്. അങ്ങനെ നോക്കിയാൽ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ ചൂടത്ത് ഈ മുട്ടയൊക്കെ കഴിക്കുന്നത് ആലോചിക്കുമ്പോൾ നമ്മളുടെ ട്രഡീഷണലായിട്ട് നമ്മൾ പഠിച്ചതിനെതിരായതുകൊണ്ടുള്ള ഒരു സംശയമേ ഉള്ളൂ. പക്ഷേ ആ രീതിയിൽ കഴിക്കാൻ സാധിക്കും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരികയില്ല. ഉച്ചക്കത്തെ ലഞ്ചിൽ നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യേണ്ടി വരുള്ളൂ. പിന്നെ വർഗ്ഗങ്ങൾ ഏതെങ്കിലും കൊണ്ട് ഈ ചുണ്ടൽ എന്ന് പറയുന്ന ഇതുപോലത്തെ ഒരു ഐറ്റം കൂടെ ആഡ് ചെയ്യേണ്ടി വരും. പിന്നെ വൈകുന്നേരത്തേക്ക് ഉള്ളതാണ് ഞാൻ ആകെ ഇപ്പോൾ ഉണ്ടാക്കിയത്. വൈകുന്നേരത്തേക്ക് മുട്ട ഞാൻ ഉപയോഗിക്കുന്നില്ലായിരുന്നു. വൈകുന്നേരത്തേക്ക് സൂപ്പുകൾ ഉണ്ടാക്കി ആ സൂപ്പും അതിനോടൊപ്പം എന്തെങ്കിലും ഒരു പയറുവർഗ്ഗമുള്ള സാധനം കഴിക്കാം എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ എല്ലാ കീറ്റോ സൈറ്റ്സിലും ഉള്ള കീറ്റോ റെസിപ്പീസിൽ ബ്രോക്കലി സൂപ്പും കോളിഫ്ലവർ സൂപ്പുമുണ്ട്. രണ്ടും ഞാൻ ഉണ്ടാക്കി നോക്കി. രണ്ടും വളരെ ടേസ്റ്റിയാണ്. എസ്പെഷ്യലി കോളിഫ്ലവർ. ബ്രോക്കലിക്ക് അതിൻ്റേതായ ഒരു ചുവ ഉണ്ട്. ഇത് എൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. അത് ഞാൻ ഈ എടുക്കുന്ന വെജിറ്റബിളിനെ ആദ്യം ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞ് വഴട്ടി ഈ വെജിറ്റബിളും വഴട്ടി അതിനകത്ത് വെള്ളം ഒഴിച്ച് പുഴുങ്ങുകയാണ് ചെയ്തത്. പുഴുങ്ങിയിട്ട് അതിനെ ലിക്വിഡൈസ് ചെയ്തു. അതിനെ ഒരു മിക്സിയിലിട്ട് അടിച്ചെടുത്തു. എടുത്തു കഴിഞ്ഞിട്ട് അത് വീണ്ടും ചൂടാക്കുമ്പോൾ അതിനകത്ത് ചീസ് ആഡ് ചെയ്ത്, ക്രീമും ആഡ് ചെയ്ത്, ഉപ്പും പെപ്പറും ആഡ് ചെയ്ത് അത് കുടിക്കാം. അത് നല്ല രുചിയുള്ള സാധനമാണ്. വെജിറ്റബിളും പ്രോട്ടീനും ആകും ചീസ് ആഡ് ചെയ്യുന്നതിൻ്റെ തോതനുസരിച്ച്. അപ്പോൾ അതൊരു നല്ല ഫില്ലറായിട്ടുണ്ട്. നമ്മുടെ വയറ് നിറയുകയും ചെയ്യും. വളരെ തിക്കായിട്ട് വരും നമ്മളത് അടിച്ചെടുക്കുമ്പോൾ. നമുക്ക് തിക്കണറായിട്ട് യാതൊരു മാവും ആഡ് ചെയ്യേണ്ടി വരികയില്ല. പക്ഷേ ഈ മാവ് ആഡ് ചെയ്യുന്നത് നമുക്കൊരു വൈറ്റ് സോസ് ഉണ്ടാക്കി ഇതിൽ ആഡ് ചെയ്യുമ്പോൾ അത് തിക്കാവും, വെജിറ്റബിൾ കുറയ്ക്കാം എന്നുള്ളത് മാത്രമല്ല അതിനകത്ത് ഗുണം. ചീസ് നമ്മൾ ആ വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ, അതായത് നമ്മൾ ഇച്ചിരി ബട്ടർ ഇട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഇച്ചിരി മാവിട്ട് ഫ്രൈ ചെയ്തിട്ട് ഈ ചീസ് ഗ്രേറ്റ് ചെയ്ത് അതിലിട്ട് ആദ്യം കുറച്ച് പാലൊഴിച്ച് അതിനെ ഒരു സോസാക്കി അതിനകത്തേക്ക് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇളക്കുമ്പോൾ ചീസെല്ലാം അലിഞ്ഞു വരുമ്പോൾ ആ വൈറ്റ് സോസ് നമ്മൾ ഈ സൂപ്പിനകത്തോട്ട് ചേർത്ത സൂപ്പ് വളരെ ക്രീമി ആൻഡ് റിച്ച് ആയിട്ട് വരും. പക്ഷേ അതിനകത്ത് ഈ മാവുള്ളത് കൊണ്ട്, ഏതൊക്കെ തരം മാവാണെങ്കിലും അത് കാർബോഹൈഡ്രേറ്റ് ആഡ് ചെയ്യുന്നത് കൊണ്ട് ഞാനത് ചെയ്തില്ല. ഈ അടിച്ചെടുത്ത മിശ്രിതം ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ആ വീഡിയോ അടിച്ചെടുത്ത മിശ്രിതം വളരെ തിക്കായിരുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ ക്രീം ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ഈ വൈറ്റ് സോസിന് പകരം ക്രീം ഒഴിച്ച് ചൂടാക്കി കഴിഞ്ഞാൽ ക്രീം ഒഴിച്ച് ഇളക്കി കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ ഞാൻ ചീസ് എപ്പോഴാണ് ആഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ലിക്വിഡൈസ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ചീസ് ചെറുതായി മുറിച്ച്, ക്യൂബായിട്ടുള്ള ചീസ് ചെറുതായി മുറിച്ച് അതിനകത്തോട്ട് ചേർക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അടിച്ചെടുക്കുമ്പോഴത്തേക്ക് ചീസ് അതിനകത്തേക്ക് നല്ലതുപോലെ മിക്സ്ഡായി. അതുമല്ല ഈ പുഴുങ്ങിയ വെജിറ്റബിൾ ഞാൻ ചെറിയ ചൂടോടെയാണ് മിക്സിയിൽ അടിച്ചത്. ഈ ചീസിനെ നല്ല ചെറുതായിട്ട് മുറിച്ചിട്ട് അടിക്കുകയാണ് ചെയ്തത്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഉപയോഗിച്ചത്. അതിനപ്പുറം ഉള്ളതൊന്നും ഉപയോഗിച്ചില്ല.
അപ്പോൾ ഇതിനുള്ള ചില ചെറിയ പോരായ്മകൾ അത് ഞാൻ പറയാം. ബ്രോക്കലി 300 ഗ്രാമിൽ അല്പം കൂടുതലുണ്ട്. അത് മുറിച്ച് വിനാഗിരി ചേർത്ത വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ റണ്ണിങ് വാട്ടറിൽ കഴുകി അതിൻ്റെ കൂടെ ആവശ്യം വന്ന ഒരു 7-8 അല്ലി വെളുത്തുള്ളി, ഒരു 7-8 അല്ലി ചുമന്നുള്ളി, കുരുമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ചീസ് പിന്നീട് ചേർക്കാനുള്ളതാണ്. ഈ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഇഞ്ചിയും അരിഞ്ഞ് 1 ടീസ്പൂൺ ബട്ടറിൽ പ്രഷർ കുക്കറിൽ വഴറ്റിയിട്ട് ഈ ബ്രോക്കലി ഇട്ട് വഴറ്റി അത് കഴിഞ്ഞിട്ട് 2 വലിയ കപ്പ് വെള്ളം, അതായത് ഈ പ്രഷർ കുക്കറിൽ ഈ വെജിറ്റബിളിനെ കവർ ചെയ്യാനുള്ള വെള്ളം, ആ വെള്ളം ഒഴിച്ച് അതിനെ 2 വിസിൽ വരെ സ്റ്റീം ചെയ്തു. കുറച്ച് ക്രീമും കൂടെ എടുത്ത് വെക്കുന്നത് നല്ലതാണ്. അവസാനം ക്രീം ആഡ് ചെയ്യുമ്പോൾ രുചിയും അതിൻ്റെ തിക്നെസ്സും ഒക്കെ നമുക്ക് ക്രമീകരിക്കാം, ഫാറ്റ് കൂട്ടുകയും ചെയ്യാം. അപ്പോൾ ഈ വെജിറ്റബിൾ ഈ പ്രഷർ കുക്കർ ഒന്ന് ആവിയെല്ലാം പോയി തണുത്തപ്പോൾ ഈ വെജിറ്റബിൾ ഞാൻ ഒരു ലിക്വിഡൈസറിലേക്ക് മാറ്റി അതിനകത്തേക്ക് ചീസ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടു. ചെറിയ ചൂടോടെയാണ്. എന്നിട്ട് ഒരു 2-3 പൾസ് കൊടുത്തു. അപ്പോഴേക്കും അത് നല്ല ഒരു ലിക്വിഡായിട്ട് വന്നു. സ്മൂത്താണ്, അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ലിക്വിഡിനെ തിരിച്ച് അടുപ്പിലേക്ക് മാറ്റി അതേ കുക്കറിൽ തന്നെ മാറ്റി അതിനകത്തേക്ക് ചൂടാക്കി വേണ്ടുന്ന പാലും ഒക്കെ ഒഴിച്ച് അതിൻ്റെ തിക്നെസ് ക്രമീകരിച്ചു. ഈ സൂപ്പിന് ചെറിയ പോരായ്മകളുണ്ട്. നമ്മൾ കോളിഫ്ലവർ, ബ്രോക്കോളി എന്നിങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ സാലഡായിട്ടോ അല്ലെങ്കിൽ പെതുക്കെ ഒന്ന് സ്റ്റീം ചെയ്തത് അധികം വേകാതെ കഴിക്കുകയോ ചെയ്യുമ്പോൾ അതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ പ്രഷർ കുക്ക് ചെയ്യുമ്പോൾ ഈ ഫൈബർ കുറേയെങ്കിലും നഷ്ടപ്പെടുന്നു എന്നാണ് പല സൈറ്റ്സിൽ പല റിസർച്ചും പറയുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ വേറെ ഹെഡ് ബാങ്കേഴ്സ് കിച്ചൻ പല സൈറ്റ് നോക്കിയാലും നിങ്ങൾക്ക് വേറെ വിധത്തിൽ ഈ സൂപ്പ് ഉണ്ടാക്കുന്ന റെസിപ്പി കിട്ടാം. അപ്പോൾ ഞാൻ ഡിന്നറിന് ഈ സൂപ്പ് ഒരു അഡീഷനായിട്ട് ഉപയോഗിക്കും. ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ലെഫ്റ്റ് ഓവർ സൂപ്പ് ആഡ് ചെയ്യും. കാരണം മുട്ട ഉണ്ടാക്കാൻ താല്പര്യമില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ ഞാൻ ആ മുട്ട ബ്രേക്ക്ഫാസ്റ്റ് ഒരു ദിവസം മാത്രമേ കഴിച്ചുള്ളൂ. ഇതുവരെ വീഗൻ ട്രൈ ചെയ്തപ്പോൾ ഷുഗർ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പ്രയാസമാണ് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വെജിറ്റേറിയൻ പ്ലസ് നോൺ വെജിറ്റേറിയൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ചില ദിവസങ്ങളിൽ വെജിറ്റേറിയനും ചില ദിവസങ്ങളിൽ നോൺ വെജിറ്റേറിയനും എങ്ങനെ എനിക്ക് സ്റ്റെബിലൈസ് ചെയ്യാം എന്നുള്ളതുപോലെ വെജിറ്റേറിയൻ മെനു ഞാൻ DLife വായിച്ചതനുസരിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഫോർ 7 days മെനു ഉണ്ട്. അതിലൊരു ദിവസം തൈര് വടയാണ് ബ്രേക്ക്ഫാസ്റ്റ്, 3 തൈര് വട. അത് നല്ല കൂളിങ്ങുമാണ്. ഞാനത് ഉണ്ടാക്കിയില്ല. രണ്ടാമത്തെ ദിവസം പനീർ ഭുജിയ എന്ന് പറഞ്ഞു, പനീറും ടൊമാറ്റോയും ഉള്ളിയൊക്കെ ഇട്ട് ഒരു ഇത്, അതിൻ്റെ കൂടെ ഒരു സൂപ്പ്. അങ്ങനെ അവർ 7 ദിവസത്തെ മീൽ തന്നിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ്. ആ 7 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റും എനിക്കതിൽ ഉള്ള പ്രോബ്ലം അത് എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കേണ്ടി വരും. ആ ഒരു ദിവസത്തേതാണെങ്കിൽ പക്കോടയാണ്, പനീർ പക്കോട, കോളിഫ്ലവർ പക്കോട, പിന്നെ ക്യാപ്സിക്കം, ഇതെല്ലാ വെജിറ്റബിളും എടുത്ത് എല്ലാ വെജിറ്റബിളിൻ്റെയും പക്കോട ഉണ്ടാക്കി 8 പക്കോട ഒരാൾക്ക് എന്നുള്ള നിലയിൽ 2 എണ്ണം വെച്ചോ 3 എണ്ണം വെച്ച് 2 എണ്ണം വെച്ച് 4 തരം വെജിറ്റബിൾ വെച്ച് 8 പക്കോട എന്നുള്ളതാണ് അവരുടെ റെസിപ്പിയിൽ, അവരുടെ മെനു അവർ കാണിച്ചിരുന്നത്. അപ്പോൾ ഇത് ഓരോന്നും അഡീഷണൽ ജോലി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതുവരെ അത് പരീക്ഷിക്കാഞ്ഞത്. ഞാൻ അതും ഓരോന്നായിട്ട് പരീക്ഷിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു ഡയറ്റ് എനിക്ക് നോയമ്പ് കാലം ഡയറ്റ് എന്ന് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ പല ദിവസം പലത് പരീക്ഷിച്ച് ഒരു സ്റ്റെബിലിറ്റി വരികയാണെങ്കിൽ ഞാനത് അറിയിക്കാം. വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഓരോ ദിവസവും എന്താണ് കഴിക്കാൻ ശ്രമിച്ചത്, എങ്ങനെ കഴിച്ചു എന്നുള്ളത്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ പണ്ട് ഡയബറ്റിസ് ആയിരിക്കുമ്പോൾ നമ്മളോട് മധുരം കഴിക്കരുത്, ചായയിലും കാപ്പിയിലും പഞ്ചസാര ഇടരുത്, ചോറ് കുറയ്ക്കണം, ചപ്പാത്തി കഴിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അതിലൊരുപാട് അബദ്ധമുണ്ട് എന്ന് നമുക്കിപ്പോഴും അറിയാം. ചപ്പാത്തിയും ചോറും തമ്മിൽ വ്യത്യാസമില്ല, പിന്നെ അളന്നെടുക്കുന്നതിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് ഡയബറ്റിസ് ഗസ്റ്റായിട്ട് ചെന്നു, ഡയബറ്റിസ് ഉള്ളതാണ്, വേണ്ട, എനിക്ക് കേക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് ബനാന ചിപ്സ് തരും. ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ബനാന ചിപ്സ്. ഞങ്ങളുടെ വീട്ടിൽ ഈയിടെ ഒരുപാട് വറുത്തു. അപ്പോൾ ഞാനത് ഇടയ്ക്കൊക്കെ തിന്നു.
എൻ്റെ ഷുഗർ വളരെയധികം കൂടി ആ ദിവസങ്ങളിൽ. അപ്പോൾ ഞാൻ ഓർത്തു എന്താണ് എൻ്റെ ഷുഗർ ഇത്രമാത്രം കൂടാൻ കാരണം ഞാൻ ഈ വീഗൻ ദോശയൊക്കെ കഴിച്ചിട്ടാണോ? അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് കണ്ടത് 100 ഗ്രാം ബനാന ചിപ്സിലുള്ള കാർബോഹൈഡ്രേറ്റ് 58 ഗ്രാമാണ്. 100 ഗ്രാം കുക്ക്ഡ് റൈസിൽ 21 ഗ്രാമാണ്. 100 ഗ്രാം ബനാന ചിപ്സ് എന്ന് പറയുമ്പോൾ ഒരു നല്ല ഒരു വലിയ കൈപ്പിടി വരും. എന്നാൽ ഈ ബനാന എല്ലാം എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് അത് ചുരുങ്ങി ഒക്കെ വരുമ്പോഴത്തേക്കും അത് ലൈറ്ററും ആകും. നമ്മളത് കർവറാന്ന് തിന്നുകയും ചെയ്യും. അപ്പോൾ പണ്ട് നമ്മൾ വിചാരിച്ചിരുന്നത് പോലെ മുറുക്ക്, ചിപ്സ് ഇവയെല്ലാം നമ്മൾക്ക് പ്രയാസമുണ്ടാക്കുന്നവ തന്നെയാണ്. അത് എത്രമാത്രം കഴിക്കുന്നു, എങ്ങനെ കഴിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് ആലോചിച്ച് നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ബനാന ചിപ്സ്, ബനാന മുഴുവൻ റോ ബനാന റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ചാണ് എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ബനാന ചിപ്സ് നമുക്ക് ഷുഗർ വളരെയധികം കൂട്ടുന്ന ഒരു സാധനമാണ്. അതും ഹൈ കാലറിയുമാണ്. എണ്ണ ധാരാളം കുടിക്കും. വറുത്ത് നോക്കിയാൽ അറിയാം. ചക്ക ചിപ്സിനേക്കാളും വളരെയധികം എണ്ണ കുടിക്കുന്ന ഒരു സാധനമാണ്. ചക്കോ ചിപ്സിൻ്റെ കാബ്സ് ഞാൻ നോക്കിയിട്ട് പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.